ഹേയ് ചാംസ്, വെൽക്കം ബാക്ക് ടു അനദർ ജിം വർക്കൗട്ട് ഡേ. അപ്പോൾ എന്നത്തെയും സെയിം ടൈം 4 മണി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ കാർ എടുത്തിട്ടില്ല, ബ്രൂസിനെ അവിടെ പാർക്ക് ചെയ്തിരുന്ന് ബൈക്കിലാണ് പോകുന്നത്. ഞാനും ചെന്നൈയാണ് ഇപ്പോൾ പോകുന്നത്. അവന്മാർ നേരെ അങ്ങ് വരും. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തത് ബാക്കിനായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് ചെസ്റ്റ് ഡേ ആണ്, ചെസ്റ്റ് നടിച്ച് പിരിക. പിന്നെ ആം റെസ്ലിംഗിൽ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റിസ്ട്രെഞ്ചറിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അതിലെ വർക്കൗട്ട് മാത്രം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം റിസ്ട്രെഞ്ചർ വെച്ചുള്ള വർക്ക് ഞാൻ ഓൾറെഡി 2 വീഡിയോ കഴിഞ്ഞ് ഇട്ടായിരുന്നു. മെയിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ബൾക്കിംഗ് ഫേസിലാണെന്ന് പറഞ്ഞില്ലേ, വെയിറ്റ് 7 കിലോ കൂട്ടി കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 68 ഇന്നലെ നോക്കിയപ്പോൾ 74.8 ആയിരുന്നു. ഇന്ന് അതിലും കൂടിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ജിമ്മിലോട്ട് പോവാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആം റെസ്ലിങ്ങിൻ്റെ കേസാണ്. ഇപ്പോൾ ആം റെസ്ലിംഗ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഇതിന് മുന്നത്തെ ജിം നിങ്ങൾക്ക് അറിയാമല്ലോ, ആറ്റിങ്ങൽ ജിമ്മിൽ, അവിടുത്തെ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബോഡി വർക്കൗട്ട് പക്കയാണ്. ഇപ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ജിമ്മിലായിരുന്ന സമയത്ത് എനിക്ക് ബോഡി വർക്കൗട്ട് വളരെ കുറവും ആം റെസ്ലിംഗ് വർക്കൗട്ട് കൂടുതലായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബോഡി വർക്കൗട്ട് നല്ല രീതിക്ക് കൂടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ബോഡി വർക്കൗട്ടിൽ ഇത് ഫോക്കസും കൂടെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പോലും ഇപ്പോൾ ഇവിടെ എത്തിക്കൂടെ എക്യുപ്മെൻസ് കൂടുതലാണ്. അവിടെ ആം റെസ്ലിംഗിന് എക്യുപ്മെൻസ് കൂടുതലാണ്, ബോഡി വർക്കൗട്ടിന് കുറവാണ്. ഇവിടെ ബോഡി വർക്കൗട്ടിന് കൂടുതലാണ്, ആം റെസ്ലിംഗിന് ടേബിൾ ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആം റെസ്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളൊരു 5-6 പേരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മിസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആം റെസ്ലിംഗ് ടേബിളാണ്. ആം റെസ്ലിംഗ് ടേബിളിലാണ് നിങ്ങൾക്കറിയാലോ, ഒരു 90 ഡിഗ്രി ആംഗിൾ നമുക്ക് പ്രോപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറ്റണത് ആം റെസ്ലിംഗ് ടേബിളിലാണ്. പക്ഷേ ആം റെസ്ലിംഗ് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഗ്രാവിറ്റിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ അഡ്ജസ്റ്റബിൾ ടേബിൾ ഉണ്ട്. അഡ്ജസ്റ്റബിൾ ടേബിൾ വെച്ചിട്ട് അവിടെ നിന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആം റെസ്ലിംഗ് ടേബിളിൽ ചെയ്യണം അത്ര ആകത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി കോമ്പറ്റീഷൻസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളത് പറഞ്ഞല്ലോ, തൃശ്ശൂർ വെച്ചൊരു ഓപ്പൺ കോമ്പറ്റീഷൻ വരാനുണ്ടെന്ന്. 16-ാം തീയതിയാണ്. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ 16-ാം തീയതി ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഒന്നും കൂടെ കൊടുത്തേക്കാം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ 13-ാം തീയതിയാണ്. നിങ്ങളത് കാണുന്ന 14-നായിരിക്കും, നാളെ ആയിരിക്കും. അപ്പോൾ 2 ദിവസത്തിനകത്ത്, അതായത് നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ അടുത്ത ദിവസം കഴിഞ്ഞ ഉടനെ കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്കിനി നേരെ ജിമ്മിലോട്ട് പോകാം. ഇന്ന് ചെസ്റ്റ് ഡേ ആണ്, ചെസ്റ്റ് അടിച്ച് വരിക ഗൂയ്സ്. അപ്പോൾ നമുക്ക് ജിമ്മിലോട്ട് പോവാം. ജന്നമോൾ കയറിയിട്ടുണ്ട്, പോവാം. ഓക്കേ, അങ്ങനെ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോയി നേരെ പോയിട്ട് വെയിറ്റ് നോക്കാം. കൂടിക്കാണോ പറഞ്ഞാണോ? ഇനി കൂടിയെ കൊള്ളാനോ? നോക്കിയിട്ട് വരാം. അങ്ങോട്ട് കയറി നിന്ന് നോക്കാം. വെയിറ്റ് 74.7. എന്തായാലും വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആം റെസ്ലിംഗിന് വേണ്ടിയിട്ടുള്ള വാമപ്പാണ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പ്രൊണേഷനാണ് അടിച്ചത്, അപ്പോൾ അതിനെക്കൊണ്ട് ഇന്ന് കപ്പിംഗ് ആണ്. അപ്പോൾ പ്രൊണേഷൻ ഏരിയ നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് റെസിസ്റ്റൻ്റ് ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് പ്രൊണേറ്റ് ചെയ്ത് അങ്ങ് കഴിയുമ്പോൾ അതങ്ങ് ഓക്കെ ആവും. ഗൂയ്സ് അങ്ങനെ വെയിറ്റ് നോക്കി. അപ്പോൾ എനിക്കിപ്പോൾ 74.7 ആണ്. ഇന്നലെ 74.8 ആയിരുന്നു. ഒരു 100 ഗ്രാമിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കുഴപ്പമില്ല, അത് വീണ്ടും ഗെയിൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറയും. അപ്പോൾ പിന്നെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ വാമപ്പും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഇപ്പം ജിമ്മിലോട്ട് വീണ്ടും കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് ഇന്ന് ആം റെസ്ലിംഗ് വർക്കൗട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഞാനിന്ന് കപ്പിങ്ങിന്, അതായത് റിസ്ട്രെഞ്ചർ വെച്ചിട്ട് റിസ്റ്റിന് കപ്പിംഗ് ആണ് ചെയ്യണം, ഇതിൻ്റെ പ്രൊണേഷനാണ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞ് പറഞ്ഞാൽ ബോഡി വർക്കൗട്ട്. It's a brand new motor. Get on the fly, live la vida loca. My body fine, it's a Coca-Cola. Hold on. No one no sleep and I swear too total. Throwing it back when I press rewind. Losing her mind when she see that motion. Yeah, straight to the bag, get racks in the morning. Star boy on the phone, name Marin. Feel like Brazil, had a man them ballin'. Shoot my shot, then I'm scoring. No one does it better. Body curving, how she swerving like a Traveler. We can have a party in the favela. Body curving, how she swerving like a Traveler. We can have a party in the You never seen this before. Now I go full songs to the billboard. You don't even know about me, no. Just listen to so much. വർക്കൗട്ടിൻ്റെ ഇടയിൽ നല്ല പെയിൻ വന്നിട്ടുണ്ട്. കൈക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നീർക്കെട്ട് കിടപ്പുണ്ട്. അത് ഉടയ്ക്കാനായിട്ട് എൻ്റെ ഒഫീഷ്യൽ ഡോക്ടർ ഇവിടെ ഉണ്ട്, മൈ വൈഫ്. അപ്പോൾ എന്തായാലും ഒന്ന് കുറച്ചൊന്ന് ഉടക്കിട്ട്. ഇതിൻ്റെ പെയിൻ എന്ന് പറയുമ്പോൾ ബ്രാക്കാലിസ് പെയിൻ വന്നിട്ടുള്ളവർക്ക് അറിയാം. ആ ഒരു നീർക്കെട്ടും കൂടെ വരുമ്പോൾ ഭയങ്കര പെയിനാണ്. പഞ്ച്വാലിറ്റി ഇല്ലാത്തവന്മാർ ഇതാ ചെസ്റ്റ് വർക്കൗട്ട് വന്നു പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുൾഗുൾ സാജൻ ഇതാ ഒരു ഷൊട്ടെ.
emotions. Yeah, yeah. No one does it better. Body curving, how she swerving like a trifecta. We can have a party in the favela. Body curving, how she swerving like a trifecta. We can have a party in the ഗൈസ് അങ്ങനെ ഇൻക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെക്ക് അടിച്ച് നേരെ ഇൻക്ലൈൻ ചെയ്തപ്പോഴത്തേക്കും കൈക്ക് നല്ല പെയിൻ വരുന്നുണ്ട്. സംഭവം നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. എനിക്ക് ആം റെസ്ലിംഗ് ചെയ്യുന്നവർക്കുള്ളത് ഞാൻ ഒരുപാട് നാളായി എൻ്റെ കയ്യിലൊരു നീർക്കെട്ടൊന്ന് ഉടച്ചിട്ട്. നീർക്കെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആം റെസ്ലിംഗിൽ ഹെവി ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ഫിഷ് ഓയിൽ ഒമയൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ആ ഒരു കല്ലപ്പ് എന്തായാലും വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ അത് ഉടച്ച് വിടുന്നത് നല്ലതാണ്. അപ്പോൾ നേരത്തെ ഇതിങ്ങനെ ഉടച്ച് വിട്ട സമയത്ത് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ട്. വെയിറ്റ് ഹെവി ലിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ല പാടുണ്ട്. എന്തായാലും തീർത്തല്ലേ പറ്റൂ. ഇതിപ്പം രണ്ടാമത്തെ വർക്കൗട്ടിൽ രണ്ടാമത്തെ സെറ്റ് ആയിട്ടുള്ളൂ. ഇനിയും 2 വർക്കൗട്ട് 4 സെറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും തീർത്തിട്ട് വരാം. chamada, chamada na cena. Matada, chamada, chamada, chamada na cena. Matada, chamada, chamada na cena. Matada, chamada, chamada na cena. Chamada, chamada. All the ladies hold up, hop in the ride, it's a brand new motor. Get on the fly, live la vida loca. My body fine, it's a Coca-Cola. Hold on, hold on. No one no sleep and I swear too total. Throwing it back when I press rewind. Losing her mind when she see that motion. Yeah, straight to the back, get racks in the morning. Star boy on the phone, me Marin. Feel like Brazil, how the man them ballin'. Shoot my shot, then I'm scoring. No one does it better. Body curving, how she swerving like a trifecta. We can have a party in the favela. Body curving, how she swerving like a trifecta. We can have a party in the ഗുയിസ് അങ്ങനെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റിന് വേണ്ടിയിട്ട് 4 വർക്കൗട്ട് 4 സെറ്റ് വീതം ചെയ്ത് ഞാനിവിടെ 4 സെറ്റ് വീതം വർക്കൗട്ട്സ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ആംബ്രസ്ലിംഗ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കപ്പിങ് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ചേർത്ത് ആംബ്രസ്ലിംഗ് വർക്കൗട്ട് ഉണ്ട്. മിനിഞ്ഞാന്ന് ഐ തിങ്ക് ഡിഫൻസ്, ഇന്നലെ പ്രൊണേഷൻ, ഇന്ന് കപ്പിങ് ആയിരുന്നു. അപ്പോൾ 3 ദിവസം കൂടെ ചേർത്തായപ്പോൾ കൈ നല്ല ടൈറ്റായി. ചെസ്റ്റിനാണെങ്കിൽ ചെസ്റ്റ് പ്രസ് ഒക്കെ ചെയ്ത സമയത്ത് വെയിറ്റ് ഒക്കെ പോകാനായിട്ട് അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു. കാരണം കൈ ഫ്രഷ് അല്ല. ആംബ്രസ്ലിംഗ് വർക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ കൈ ഫുള്ള് ടൈറ്റായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്കൗട്ട് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഇനി നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം. നമ്മളിപ്പം ഞാൻ, ജന്ന, പിന്നെ അല്ലമീൻ, ഗോകുല്, സാജൻ, നമ്മൾ 5 പേരും കൂടെ ഒന്ന് ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോകണം. പിന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്കാണെങ്കിൽ ജിമ്മിൽ വെച്ചിട്ട് കറക്റ്റ് വീഡിയോസ്, അതായത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കാണെങ്കിൽ സൗണ്ട് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലൈവ് സംസാരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കാണ്. അപ്പോൾ എല്ലാവരും ഒരു കംഫർട്ട് നോക്കണ്ടേ. അവർ മ്യൂസിക് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അത് പോയിട്ട് ഓഫ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കുള്ളപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറയും. പക്ഷേ ഇനി മാക്സിമം ഞാനാണെങ്കിൽ സംസാരിക്കാണ്ട് നോക്കാം. ഇപ്പോൾ മൈക്കില്ലാത്തതുകൊണ്ട് വേറൊരു ഫോൺ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ സംസാരിച്ചിട്ട് മാക്സിമം മ്യൂസിക് ഇല്ലാത്ത സമയങ്ങളിൽ അങ്ങനെ സംസാരിച്ചെടുക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കാം. എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ഗുയിസ് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ സ്ട്രെങ്ത് ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.